വേൾഡ് കപ്പ് ഫുട്ബോൾ ഖത്തറിൻ്റെ ഭാഗമായി കേരള ഗവൺമെൻറ് കേരളത്തിലാകമാനം സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ് 1 മില്യൺ ഗോൾ പ്രോഗ്രാം. അതിൻ്റെ ഔപചാരികമായ ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ ഹബീബ് റഹ്മാൻ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ 1 മില്യൺ ഗോൾ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊഫസർ MLA ശ്രീ ചന്ദ്രശേഖരൻ സാറാണ്. സാറിനെ ഞാൻ ഈ പരിപാടിയിൽ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി ഇന്നിവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ സുജാത മേമാണ്. നേരത്തെ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. അവർ മുഖ്യാതിഥി നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ അഭിമാനം ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ ശ്രീ M സുരേഷാണ് ഈ കാസർഗോഡ് ജില്ലയുടെ 1 മില്യൺ ഗോളിൻ്റെ അംബാസഡർ കൂടി. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. MLA ചന്ദ്രട്ടൻ, നമ്മുടെ മുഖ്യാതിഥിയായിട്ടിരിക്കുന്ന മദ്രസയുടെ അധ്യക്ഷൻ ടീച്ചർ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ്, നമ്മുടെ വൈസ് പ്രസിഡന്റ് അശോകൻ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വെള്ളനാരായണൻ, അനിൽ ബംഗള, സന്തോഷ് ട്രോഫി മത്സരിച്ച നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ വിജുമാർ, ഇതൊരു 10 ദിവസത്തെ പ്രചാരണ പരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരള സർക്കാരിൻ്റെ കായിക വകുപ്പിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ ജില്ലയിലെ 72 കേന്ദ്രങ്ങളിലായി നമ്മൾ 1 മില്യൺ ഗോളിൻ്റെ അടിസ്ഥാനമായ ഓരോ കേന്ദ്രങ്ങളിലും 1000 ഗോളുകൾ വീതം അടിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ലോകകപ്പിൻ്റെ ആവേശത്തോടൊപ്പം നമ്മൾ ലഹരി മുക്ത കേരളത്തിൻ്റെ ഒരു സന്ദേശം കൂടി ഇതുവഴി നമ്മൾ നൽകുന്നു. ഒന്നാമത്, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളി പോകേണ്ട ആൾക്കാരുണ്ടാവും. രണ്ടാമത്, അതികഠിനമായ വെയിലുമാണ്. അതുകൊണ്ട് ഈ പരിപാടി പെട്ടെന്ന് തീർക്കാവുന്നതാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രിയപ്പെട്ട മുൻമന്ത്രിയും വസൂർ MLA നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടനെ അധ്യക്ഷൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ ഹബീബ് റഹ്മാൻ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുജാത ടീച്ചർ, അതുപോലെ നമ്മുടെ പ്രശസ്തനായ ഫുട്ബോൾ താരം സുരേഷ്, സന്തോഷ് ട്രോഫി താരങ്ങൾ, സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാരവാഹികൾ, മറ്റു പ്രിയപ്പെട്ട കുട്ടികൾ. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ലോക ഫുട്ബോളിൻ്റെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരുപാട് ദിവസങ്ങളായി അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഫുട്ബോൾ ഒരു ജനകീയമായ കളിയാണ്. ഇതൊരു ആളുകളുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ലോകത്താകെയുള്ള ആളുകളാകെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന കളി ഫുട്ബോളാണ്. ഹബീബ് ഫുട്ബോളിനേക്കാൾ വോളിബോൾ കളിക്കുകയാണ്. ഫുട്ബോളും മോശം കളി. ഫുട്ബോളിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഏറ്റവും നല്ല മികച്ച ഫുട്ബോളറായിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ചു പഠിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മ അരീഫയുടെ എന്ന് പറഞ്ഞാൽ ഹബീബ് റഹ്മാൻ്റെ ജ്യേഷ്ഠൻ. അപ്പം നല്ല കളിക്കാരൻ, ഒരിക്കലും ആളുകളുടെ മനസ്സിൽ നിന്ന് മായാത്ത എല്ലാവിധത്തിലുള്ള കളികൾ നടത്താൻ കഴിയുന്ന അത്തരം കളിക്കാരൻ നിങ്ങളിൽ പലരും വളർന്നു വരണം. എല്ലാ തരത്തിലും 1 മില്യൺ ഗോൾ എന്ന ലക്ഷ്യവുമായി നടത്തുന്ന പ്രചരണ പ്രവർത്തനത്തിന് എല്ലാ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കുന്നു. എല്ലാ ആശംസകളും. ശ്രീ ഹബീബ് റഹ്മാൻ, അതുപോലെ ഇവിടെ ഈ നമ്മുടെ 1 മില്യൺ ഗോളിന് മുന്നോടിയായിട്ടുള്ള ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കാഞ്ഞങ്ങാടിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ E ചന്ദ്രശേഖരൻ, അതുപോലെ വേദിയിലുള്ള ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാരവാഹികൾ, വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് അതിൻ്റെ ആവേശം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഒരു മാസക്കാലമായി കേരളത്തിനകത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ സമരത്തിൻ്റെ ഐക്യദാർഢ്യവും കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനമാണ്.
ലഹരി വസ്തുക്കൾക്കെതിരെ ഒരു മാസക്കാലം തുടർച്ചയായിട്ടുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കായിക പ്രേമികളെയും കായിക താരങ്ങളെയും കായിക ലോകത്തെയും തന്നെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി, ആ സന്ദേശം അവരിലൂടെ കൂടി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഫുട്ബോളിന്റെ ആവേശം വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. ഈ ഒരു പ്രവർത്തനത്തിന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൂടി നമ്മളൊരു 1 മില്യൺ ഗോൾ പ്രൊജക്റ്റ് ഇവിടെ നടത്തുകയാണ്. അതിനുശേഷവും നമ്മളെ ഗവൺമെൻറ് എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഫുട്ബോൾ അക്കാഡമിയും ഫുട്ബോൾ സ്റ്റേഡിയവും നിർമ്മിക്കാനുള്ള ഒരു ഇതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് വേൾഡ് കപ്പ് വന്നു. അപ്പോൾ നമ്മൾ വലിയൊരു നോ ഡ്രഗ്സ്, നമ്മൾ മയക്കുമരുന്നിനും അടിമപ്പെടുന്നവർക്ക് വേണ്ടി, അതായത് അതിനെ എതിർക്കുന്നതിന് വേണ്ടി നമ്മൾ കമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാ സെൻറ്ററുകളും, കാസർഗോഡ് ജില്ലയിൽ 22 സെൻറ്ററുകളുണ്ട്. എല്ലാ സെൻറ്ററുകളിലും നമ്മൾ ഒരു 10 ദിവസത്തെ ഫുട്ബോൾ ക്യാമ്പ് നടത്തുന്നുണ്ട്. കാരണം ഞങ്ങളെപ്പോലെ തന്നെ നമ്മളൊക്കെ ചെറുപ്പം ഇതിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ 1 മില്യൺ ഗോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ സമാപനം 21-നാണ്. വളരെ ഗംഭീരമായി തന്നെ 71 സെൻറ്ററുകളിൽ അതിൻ്റെ സമാപനം കുറിക്കും. ഈ ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയങ്കരനായ MLA പി ചന്ദ്രശേഖരൻ അവர்களാണ്. അദ്ദേഹത്തിന് സ്പോർട്സ് കൗൺസിലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ KV സുജാത മാഡത്തിനും സ്പോർട്സ് കൗൺസിലിന് നന്ദി അറിയിക്കുന്നു.